നീ ഇത് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. മാന്യമായി ചോദിച്ചാൽ ഡാഡി തരില്ലെന്ന് എനിക്കറിയാം. എന്റെ ആവശ്യം എനിക്ക് പണമില്ലാതെ ഞാൻ കുഴയുകയാണ്. നീ ചോദിക്കുമ്പോൾ പണം വാരി തരാൻ എന്റെ നോട്ട് എടുക്കുന്ന യന്ത്രമൊന്നുമില്ല. നീ കാരണം എനിക്ക് തല ഉയർത്തി നടക്കാൻ വയ്യാതെ. ഡാഡി വളർന്നത് പാവപ്പെട്ട ചായക്കടക്കാരൻ രാമുവിന്റെ മകനായിട്ടാണ്. ഞാൻ ശേഖർ മുതലാളിയുടെ മകനാണ്. എനിക്ക് എന്റേതായ ചെലവുകളുണ്ട്. ഡാഡി, നീ എന്റെ മകനല്ലടാ. ഇന്നു മുതൽ ഈ വീടിനകത്ത് കാലൂത്തരുത്. ഇറങ്ങടാ വിളി. ഡാഡി, ഇറങ്ങാനാ പറഞ്ഞത്. സത്യം പറ, ഹോട്ടൽ തന്നെയാണോ? ക്ഷമിക്കണം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഇരിക്കണം. സാറിന് എന്താ വേണ്ടേ? കാപ്പി ഉണ്ടോ? ഉണ്ടല്ലോ. എന്താ വില? 2 രൂപ. 2 രൂപയോ? 2 രൂപയ്ക്ക് 4 കിലോ കത്തിരിക്ക വാങ്ങാം. 4 ദിവസം സാമ്പാർ വയ്ക്കാം. എനിക്കൊരു ഐസ്ക്രീം തിന്നണോ? ഐസ്ക്രീമാ? അതെല്ലാം ഒന്നും വേണ്ട. വെളിയില പോയിട്ട് നല്ല കപ്പലിന്റെ മുട്ടായി വാങ്ങിത്തരാം. സ്വാമി ഇവിടെ ഉണ്ടായിരുന്നു. സ്വാമിയെ ഞാൻ എവിടെയെല്ലാം തിരക്കി. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് രൂപ വേണം. അതൊരു ചിന്ന കാര്യം. അത് നമുക്ക് വീട്ടിൽ പോയി ശരിയാക്കാം. അതിനേക്കാളും ഒരു പെരിയ കാര്യം ഇവിടെ വൈഫിന് ഐസ്ക്രീം തിന്നണം. എന്റെ കയ്യിലാണെങ്കിൽ പൈസ അല്പം കുറവാണ്. അത്രേ ഉള്ളൂ. സ്വാമിയും ഭാര്യയും ആവശ്യമുള്ളതെല്ലാം കഴിച്ചു. ബില്ല് ഞാൻ പേ ചെയ്തോളാം. പോരെ? മതി മതി. കുഞ്ഞാലിക്ക, ഒന്ന് വേഗം വാ, ബസ് അങ്ങ് പോവും. എന്റെ പൊന്നു പെങ്ങള് കിടന്ന് പിടയ്ക്കാതെ ബസ്സൊന്നും പോകത്തില്ല. ഞാൻ താമസിച്ചു കുഞ്ഞാലിക്ക. ഞാൻ കാരണം കുഞ്ഞാലിക്കയുടെ ജോലി കൂടി മുടങ്ങി. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ കൂട്ടുകാരികളുടെ കൂടെ പോവാം. അതൊന്നും പറ്റുകയല്ല കുഞ്ഞെ. നിന്നെ കെട്ടിച്ചയക്കുന്നവരെ ഇതൊക്കെ എന്റെ ജോലിയാ. നടക്ക്. മിസ്റ്റർ മധു, വരൂ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. ഇരിക്കൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് മിസ്റ്റർ മധുവിനെ വിളിപ്പിച്ചത്. എന്താ സാർ? പുതിയ തലമുറയിലെ വളരെ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനാണ് മിസ്റ്റർ മധു എന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. IG ഇന്നലെയും നിങ്ങളെപ്പറ്റി എന്നോട് സംസാരിച്ചു. ബൈ ദ വേ മിസ്റ്റർ മധു, നഗരത്തിൽ വലിയൊരു കള്ളക്കടത്ത് സംഘം പ്രവർത്തിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ലോറികളിലും കർണാടകത്തിലേക്ക് പോകുന്ന ലോറികളുമായാണ് പ്രധാനമായി സാധനങ്ങൾ കൈമാറുന്നത്. കുറ്റവാളികളുടെ ലിസ്റ്റും ഫോട്ടോകളും അടങ്ങുന്ന ആൽബം തമിഴ്നാട്ടിൽ നിന്നും കിട്ടാനുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഞാൻ തരാം. സർ, ഐ ഷാൽ ബി ഫെയ്ത്ത്ഫുൾ ആൻഡ് സിൻസിയർ ടു മൈ വർക്ക്. I have the best faith on you. Best of luck, Mr. Madhu. Okay. ദേ, ഒരു സഹായം ചെയ്യും. ഇത് എന്റെ മോന്റെ മേൽവിലാസ. ഇത് എവിടെയാന്നൊന്ന് പറയോ? അറിഞ്ഞൂടല്ലോ. അയാളുടെ ചോദിച്ചാ പറഞ്ഞുതരും. ദേ, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ഞാൻ പട്ടണത്തിൽ ആദ്യമായിട്ട് വരിക. എന്റെ മോനെ കണ്ടുപിടിക്കാതെ എനിക്ക് തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റില്ല. ആരാ നിങ്ങളുടെ മോൻ? കഴിഞ്ഞ മാസം ഒഴിച്ച് എല്ലാ മാസവും അവൻ പണം അയക്കായിരുന്നു. ഉള്ളതെല്ലാം വിറ്റാണ് ഞാൻ അവനെ പഠിപ്പിച്ചത്. അവന്റെ അച്ഛൻ ഇപ്പൊ തളർവാദം പിടിച്ച് കിടക്കയില്ല. ഏതോ വലിയ ആഫീസിലാ അവന് ജോലി. അമ്മ വിഷമിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. വരൂ, അങ്ങോട്ട് പോവാം.
നീ വലിയ ഇല്ലാളിയാണെന്നല്ലടാ പറഞ്ഞു. ചുണയുണ്ടെങ്കിൽ അവളെ ഒന്ന് വളച്ചെടുക്കാം. ഞങ്ങൾ കുറെ ശ്രമിച്ചു നോക്കിയതാ. ഡേ, ഏത് ഉർവശിയാണേലും അവക്ക് ഞാൻ മതി. നോക്കൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേടാ, ബൈ. ഹലോ, ഇന്ന് ബസ്സിലെന്ന് തോന്നുന്നു. ഒറ്റയ്ക്ക് നിന്നാ പറ്റില്ല. ഞാൻ വീട്ടിൽ വിട്ടേക്കാം. ഷാജിക്ക് എന്താ എന്റെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠ? സഹപാഠികളായതുകൊണ്ട് ചോദിച്ചു പോയതാ. സഹപാഠികളൊക്കെ ക്ലാസ്സിൽ, ബസ്സൊക്കെ പണിമുടക്കാണെങ്കിൽ ഞാൻ നടന്നു പോയിക്കോളാം. ശാന്തിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. കുഞ്ഞാലിയോ? ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. നീ ആവശ്യമില്ലാതെ എന്റെ തൊഴിലാളികളുടെ കാര്യത്തിൽ ഇടപെടരുത്. നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. നക്കാപ്പിച്ചയ്ക്ക് നാണം പണയം വെക്കുന്ന ചിലർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. പക്ഷെ എന്നെ അതിന് കിട്ടില്ല. ഞാൻ ആർത്ഥത്തിൽ പറഞ്ഞതല്ല. ആ സേതുവും ഞാനുമായി ഇനി ഒത്തുപോകും തോന്നുന്നില്ല. അവൻ ഇന്നലെയും ശമ്പളക്കൂടലിന് വഴക്കടിച്ചു. എന്നും കൂലി കൂട്ടിക്കൊടുക്കാൻ ഒക്കുമോ കുഞ്ഞാലി? ഒരാളെ പാട്ടിലാക്കാൻ കഴിയാതെ വരുമ്പോ മറ്റൊരാളെ പാട്ടിലാക്കുക. അവിടെയും ലക്ഷ്യം വഞ്ചന തന്നെ. കുഞ്ഞാലി, വരട്ടാതെ മുതലാളി, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. എന്നോട് പിണങ്ങിയവരാരും അധിക നാൾ ജീവിച്ചിട്ടില്ല. സ്വത്തുക്കൾ വാരിക്കൂട്ടിയ നിങ്ങളെപ്പോലുള്ളവർക്കാണ് ജീവനിൽ ഭയം. ഇന്നലെ ലോഡിറക്കിയതിന്റെ കൂലി മുതലാളിയോട് വാങ്ങിച്ചോളാൻ മാനേജർ പറഞ്ഞു. അത് വാങ്ങിക്കാൻ വന്നതാ. ആ രൂപയെടുത്ത് കയ്യിൽ തരണം. എന്നെ തോൽപ്പിക്കാനായിരിക്കും ഭാവം. ആ രൂപയെടുത്ത് കയ്യിൽ തരാതെ മുതലാളിക്ക് അകത്ത് പോകാൻ പറ്റും. എന്താ പറഞ്ഞത് കേട്ടില്ലേ? അവനെ വിട്ടുകളഞ്ഞോ മുതലാളി? മുതലാളി ഒന്ന് മൂടിയിരുന്നെങ്കിൽ അവന്റെ വാരിയിൽ ഞാൻ ഊരിയെടുത്തേ. അയ്യോ, ഞാൻ ഓർത്ത് അവനായിരിക്കും. ചേട്ടാ, ഇത് കൊള്ളാമല്ലോ. പരീക്ഷ തോറ്റതിന് പല്ല് കൊടുത്തിട്ടാ ഏറെ. അവനെ പേടിച്ച് അവൻ ചോദിച്ച പണം കൊടുത്തു. ഞാൻ പാവപ്പെട്ടതല്ല, എന്നെ തോളേ കയറിക്കും. എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ലല്ലോ. പോകാനാ പറഞ്ഞത്. പോകാൻ പറഞ്ഞാൽ ഞാനങ്ങ് പോയേക്കാം. പിന്നല്ല ഇവിടെ നിൽക്കാൻ നോക്കൂ. അഥവാ ഇവിടെ നിന്നെ നിർത്തുവോ? എന്റെ മോൻ ഇത്രയും വലിയ ഉദ്യോഗസ്ഥനായിട്ടും ഈ പട്ടണത്തിൽ ആരും അറിയാതെ പോയല്ലോ. ഞങ്ങളൊക്കെ പാവങ്ങളില്ലേ അമ്മേ? വലിയ ആൾക്കാരെയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല. മോനെ, മോനെ, അമ്മ എങ്ങനെ എത്തി? മോനെന്താ? മോനെന്താ ഈ കൂലിപ്പണിക്കാരന്റെ വേഷത്തിൽ? പറയടാ, നിനക്കിവിടെ എന്താണ് ജോലി? സേതു ഇവിടുത്തെ ഒരു ചുമട്ട് തൊഴിലാളിയാണമ്മേ. ചുമട്ട് തൊഴിലാളിയാണെങ്കിലും ഞാൻ അന്തസ്സായിട്ടാണ് അമ്മേ കഴിയുന്നത്. പട്ടിണി കിടന്നു ഉള്ളതെല്ലാം വിറ്റുപറിക്കുകയും നിന്നെ പഠിപ്പിച്ചത് ഈ നിലയിൽ കാണാനാണോ മോനെ? നിന്നെ പഠിപ്പിക്കാൻ രാപ്പകല അധ്വാനിച്ച ആ മനുഷ്യൻ തളർവാദം പിടിച്ച് കിടക്കുന്നു. അദ്ദേഹം ഇത് കേട്ടാൽ നെഞ്ചു പൊട്ടി മരിച്ചു പോകും. ഞാൻ മാത്രമല്ലമ്മേ, നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ജോലിയില്ലാത്ത ആൾക്കാരും കൂലിപ്പണിയെടുത്താണ് പട്ടിണിയില്ലാ കഴിഞ്ഞുകൂടുന്നത്. എന്റെ പൊന്നുമോൻ ചുമടെടുത്ത കാശ് കൊണ്ടാണോടാ ഞങ്ങൾ ഇത്രയും നാൾ ആഹാരം കഴിച്ചത്? നീ എന്തുകൊണ്ട് ഇത് ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല? നീ എന്തിനാ വലിയ ഉദ്യോഗസ്ഥനായി ഞങ്ങളുടെ മുമ്പ് അഭിനയിച്ചത്? എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച അച്ഛന്റെ അമ്മയുടെ ആശ്വാസത്തിന് വേണ്ടി. ഇല്ലടാ, ഞാൻ എങ്ങും വരുന്നില്ല. ചെല്ലു അമ്മേ.
വരുന്നേ